നാട്ടികയിൽ UDF പിന്തുണയില്ലെങ്കിലും മത്സരിക്കുമെന്ന് CPI-യോട് ഇടഞ്ഞ CC മുകുന്ദൻ. BJP നേതാക്കളടക്കം പലരും താനുമായി ബന്ധപ്പെടുന്നുണ്ട്. BJP പിന്തുണ സ്വീകരിക്കുന്ന കാര്യവും ആലോചിച്ചു തീരുമാനിക്കുമെന്ന് മുകുന്ദൻ. BJP നേതാവ് K. അജിത്ത് മുകുന്ദനെ വീട്ടിൽ എത്തി കണ്ടു. ലെവിൻ K. വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, വിസ്മയമാകാൻ കോൺഗ്രസിനൊപ്പം ചേരും എന്നതായിരുന്നു ആദ്യത്തെ സൂചനയും ധാരണയും. പക്ഷേ അത് നടന്നില്ല. നേരത്തെ ഡൽഹിയിൽ ജോസ് വള്ളൂരുമായിട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചയിൽ ഒതുങ്ങി. അതിനപ്പുറത്ത് KC വേണുഗോപാലിനെ കാണാൻ കഴിയുന്നില്ല എന്ന പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് ഇല്ലെങ്കിൽ BJP എന്ന നിലപാടിലേക്ക് CC മുകുന്ദൻ എത്തിയോ? ഹർഷൻ, ഇന്ന് വൈകിട്ടോടുകൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക, ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്ന് വ്യക്തമാവുകയും അതോടൊപ്പം തന്നെ നാട്ടികയിൽ മുകുന്ദന് സീറ്റ് ഇല്ല എന്ന് ഏകദേശ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ നമ്മൾ നേരിട്ട് കാണുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപ് നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തു. അപ്പോഴാണ് നമ്മളെ നേരിട്ട് മുകുന്ദൻ തന്നെ അറിയിച്ചത് എന്തായാണെങ്കിലും മത്സരരംഗത്ത് താൻ ഉണ്ടാകും എന്നുള്ള കാര്യം. നാട്ടികയിൽ മത്സരിക്കുക എന്നുള്ളത് ഒരു അഭിമാന പ്രശ്നമായി തന്നെയാണ് മുകുന്ദൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ അന്തിമമായി മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് BJP കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ച വിവരം, BJP നേതാക്കൾ മുകുന്ദനെ സ്വാധീനിക്കാൻ, നാട്ടികയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ള കാര്യം. കോൺഗ്രസ് മുകുന്ദനെ കൈവിട്ട ഒരു സാഹചര്യം, കോൺഗ്രസിന്റെ പിന്തുണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായ സാഹചര്യം, ആ അവസരം മുതലാക്കുകയാണ് BJP എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 ദിവസം മുൻപാണ് വൈക്കം മുൻ MLA-യും അതോടൊപ്പം തന്നെ CPI നേതാവുമായിരുന്ന K. അജിത്ത്, അടുത്ത ദിവസമായിരുന്നു അജിത്ത് BJP-യിലെത്തിയത്. അജിത്ത് മുഖേനയാണ് ഇപ്പോൾ നേരിട്ട് മുകുന്ദനെ BJP എന്നുള്ള നിലയിൽ കാണുകയും സംസാരിക്കുകയും പിന്തുണ നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ KN രാധാകൃഷ്ണൻ അടക്കമുള്ള മുതിർന്ന BJP നേതാക്കൾ മുൻപ് ഈ മുകുന്ദൻ CPI-യുമായി ഇടഞ്ഞ സമയത്ത് തന്നെ ബന്ധപ്പെട്ടിരുന്നു. പുതിയ സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിലെ മറ്റു ചില നേതാക്കൾ കൂടി മുകുന്ദനുമായി സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി പോലുള്ള മറ്റു ചില ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയാവുന്ന സംഘടനകളും മറ്റും മുകുന്ദനുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അങ്ങനെയുള്ള ചെറുകിട രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് അപ്പുറത്ത് നിന്ന് നാട്ടിക മണ്ഡലത്തിൽ തന്റെ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്ന BJP-യെ പോലുള്ള വലിയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ സ്വീകരിക്കുന്ന കാര്യമാണ് മുകുന്ദൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം. ഇപ്പോൾ തിരിച്ചു വരാം.